ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അവിടെ സ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മുടെ കുറിഞ്ഞിയും പിള്ളേരൊക്കെ രാവിലെ തന്നെ നമ്മുടെ ഗാർഡനിൽ കയറിയിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഒരു ക്ലൈമറ്റ് അല്ലാണ്ട് ഇന്ന് നല്ലൊരു തെളിഞ്ഞ ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ എന്തായാലും അവർ രാവിലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ഗാർഡനിൽ കയറിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ നല്ല വെയിലൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാം. അപ്പോൾ വെയിലൊക്കെ ഉള്ളൊരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് മഴയുള്ള ദിവസത്തിനേക്കാളും കുറച്ചുകൂടി പണികളുണ്ടാവും. കാരണം വെയിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി പുറത്തുള്ള പണികളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ കാണാം. അതേപോലെ ഇന്നത്തെ മെയിൻ പരിപാടി വരുന്നില്ല, നമ്മളിന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ പുറത്തു പോയി വന്നപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ബീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതെങ്ങനെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും പുറത്ത് നമ്മുടെ വിറകടുപ്പ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീയൊക്കെ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ടേ. അപ്പോൾ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇതായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതാ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയൊക്കെ പൊട്ടുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുത്തായിട്ട് നമ്മുടെ സവോളയും അതേപോലെ തന്നെ പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഉണ്ട്. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം അതെല്ലാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ചട്ടി നമ്മുടെ ഒരുപാട് കാലമായിട്ട് ഉള്ളതാണ്, നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതേപോലത്തെ സംഭവം ഉണ്ടല്ലോ പിടിക്കുന്നത്, ഒരു സൈഡൊക്കെ പോയിട്ടുണ്ടല്ലേ, വേറെ ഒന്നുമല്ല, ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് നല്ല വെയിറ്റാത്ത ഈ ഒരു ഇരുമ്പ് ചട്ടിക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയുണ്ടാവും, നല്ല വെയിറ്റാണ്. ഇതിൽ കറി വെക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇരുമ്പ് സ്വത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ നമ്മുടെ ഹെൽത്തിനൊക്കെ. നമ്മളിവിടെ കൂടുതലായിട്ട് ചിക്കൻ, ബീഫ്, പോർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതേപോലെ ഇരുമ്പ് ചട്ടിയിൽ തന്നെയാട്ടോ കുക്ക് ചെയ്യാറുള്ളത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. നമ്മൾ കുറച്ച് ഉപ്പെടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചിട്ടത് കാരണമല്ല, നമ്മൾ ഈ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ കുക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ കുറച്ച് മസാലകളും അതേപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് വഴന്ന് കിട്ടാനുള്ള ആ ഒരു പരുവത്തിന് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ നോക്കി നല്ല ആളിക്കത്തെന്ന് പറഞ്ഞാൽ അത്രയും നല്ല പോസിറ്റീവ് കത്തുന്നുണ്ട്, നല്ല കനലും ആയിട്ടുണ്ട്. ഇതൊരു നല്ല വിറകാണ് കേട്ടോ. നമുക്ക് എല്ലാ വിറകുകളും മിക്സ് ആയിട്ടാണ് നമ്മൾ കൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ എടുത്തിട്ടുള്ള നല്ല വിറകാണ്. ഇതിന് പുറത്തായാലും നല്ല വെയിലല്ലേ, തണുപ്പ് എന്ന് പറയാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തീ കത്തുന്നുണ്ട്. കത്തിക്കാനാണെങ്കിൽ ഒരു പാടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ നന്നായിരുന്നു. ഇനി ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടി പോവാണ്. ഇനി ഇതതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. സവോളയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്നതിന് ശേഷം കേട്ടോ നമ്മളെപ്പോഴും തക്കാളിയൊക്കെ ചേർക്കാറുള്ളത്. അതിൻ്റെ കാര്യം സവോളയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വഴന്നിട്ടില്ല. പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്തുടഞ്ഞോളും. എന്നാലും നമ്മൾ ഒരുപാട് വലുതായിട്ടും അല്ല അരിഞ്ഞിട്ട് നല്ല തീ കത്തുന്നുണ്ടല്ലോ. പിന്നെ ഒരുപാട് അടുത്ത് ചട്ടിയൊക്കെ നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. പുറത്ത് നല്ല വെയിലും കൂടി ഉള്ളപ്പോൾ നമ്മുടെ വിറകടുപ്പിൻ്റെ ചുവട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുള്ള് വേർത്ത് കുളിക്കുക. എന്തായാലും നമ്മുടെ തക്കാളി നമ്മൾ റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താണ്. കൂടെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിനയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോഴത്തേനും എന്തായാലും നമ്മുടെ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും നോക്കാം. തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തങ്ങ് ഉടങ്ങിയിരിക്കും കേട്ടോ, നന്നായിട്ട് വഴന്ന്. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക്
ചതച്ച് വെച്ചിട്ടാണ് നമ്മുടെ അരി ഇഞ്ചി വെളുത്തുള്ളി കൂടെ പൊതിനയിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീഫാട്ടെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്. ഇപ്പോൾ അളവിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന സവോള ആയാലും അതേപോലെ തന്നെ തക്കാളി എല്ലാത്തിലും നമ്മൾ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വെക്കുന്നില്ല, കുറച്ച് വെക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്, തീ പിടിച്ച വില എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുമാതിരി വിലയാണ്. എന്നാലും വെളിച്ചെണ്ണയിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ രീതികളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലകളൊന്നും ചേർത്ത് കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത കത്താട്ടോ, തീ നന്നായിട്ട് കത്തുന്നുണ്ട്. എന്നാണെങ്കിൽ പുകയേ വരുന്നില്ല കേട്ടോ. നല്ല വെയിലായതുകൊണ്ടായിരിക്കണം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പൊടികൾ. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിപ്പോൾ വറുത്ത് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 ഏലക്കയുടെ ആ ഒരു ഉള്ളിലെ സീഡ് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് വഴന്നിട്ടുണ്ടല്ലോ ബാക്കിയുള്ള സംഭവങ്ങൾ നന്നായിട്ട് തന്നെ. അപ്പോൾ എന്തായാലും അതൊന്ന് കുറച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് ആ ഒരു എണ്ണ നന്നായിട്ട് തിളക്കിയല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതാ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൊത്തമായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ, കുക്കിങ്ങിൻ്റെ സംഭവങ്ങൾ കൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ഷെയ്ക്കാവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഡെയിലി കാണുന്നവരായതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണയിലൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒരു മസാല ആ ഒരു മിക്സ് സവോളയും എല്ലാം പാടൊന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നന്നായിട്ട് നിന്ന് പിടിക്കട്ടെ കേട്ടോ. ഒരു മസാലയും ഇതൊക്കെ ആയിട്ട് 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പിൻ്റെ ചൂട്ടിൽ ഇരിക്കാൻ പറ്റില്ല, നന്നായിട്ട് പൊള്ളുന്നുണ്ടേ. അതുകൊണ്ടാണെങ്കിൽ നീളുള്ള തവി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്ക് പിടിക്കുമ്പോഴത്തേനും കൈയിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. വിറക് ഞാനിപ്പോൾ ഒന്ന് കുറച്ചിരിക്കും കേട്ടോ. ശക്തിക്ക് നന്നായിട്ട് കത്തുന്നുണ്ട്. ഒരുപാട് കത്തിക്കഴിഞ്ഞാൽ കരിയാൻ ചാൻസ് ഉണ്ടല്ലോ. നന്നായിട്ട് നോക്കിയാൽ വിട്ട് എല്ലാം പാടെ സെറ്റായിട്ടാണ് വരുന്നത്. മെയിൻ താരത അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബീഫാണ്. ഞാൻ കുറച്ച് എല്ലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ബീഫ് കഴിക്കുന്ന ഒരു ടൈമിൽ എല്ലും കൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ കഷ്ണവും കുറച്ച് എല്ലും എല്ലാം പാടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ബീഫിൻ്റെ ലെവൽ, അതായത് ചിലപ്പോൾ ഒരുപാട് മൂത്തതായിരിക്കും, ചിലപ്പോൾ അത്ര മൂക്കാത്തതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന കുക്കറിനനുസരിച്ചൊക്കെ നമ്മൾ ആ വിസിലിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്ന സാധാരണ യൂസ് ചെയ്യുന്ന കുക്കർ അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഇതിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ മസാലയൊക്കെ ആയിട്ടുള്ള ഒരു വെള്ളമാണല്ലോ, അത് ചാക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇനി അത് കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ സത്ത് അതിലേക്ക് ഇറങ്ങിയതാണല്ലോ. നമ്മുടെ അളവിനനുസരിച്ച് വറ്റിച്ചോ റോസ്റ്റാക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. എന്നാലും ഞാൻ ഇത്രയും വെള്ളമൊന്നും ആക്കുന്നില്ല കേട്ടോ. ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് പോലെ ഒന്ന് വറ്റിക്കണം. നന്നായിട്ട് തിളക്കട്ടെ. ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കയ്യിൽ ഫോണും അതേപോലെ തന്നെ ഒരു കയ്യിൽ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ഫേസ് നമുക്കിതിൽ കാണാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് തിളക്കട്ടെ. അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. തീ നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ. അപ്പോഴത്തേനും നന്നായിട്ട് തിളച്ചു. എന്തായാലും ഉപ്പിൻ്റെ അളവൊന്ന് നോക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ആ ഒരു ബീഫും ആ ഒരു ചാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. നന്നായിട്ട് തിളച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ കളിക്കാൻ വന്നിട്ടുണ്ട്. ചെറു നേരം പുറത്തായിരുന്നിട്ടാളും അവളുടെ അച്ഛമ്മേൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോൾ പതുക്കെ വന്നിരിക്കുകയാണ്. ഈ നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീഫിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ബീഫ് നല്ല അടിപൊളിയായിട്ട് കുക്കായി വരുവേ. മാത്രമല്ല ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു മസാലയുടെയും. മൊത്തത്തിൽ ബീഫൊക്കെ നന്നായിട്ട് വെന്തതാണല്ലോ.
എന്തായാലും ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവട്ടെ. ചോറിൻ്റെ പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ട് അപ്പോൾ മൺകലത്തിലാണ് നമ്മളൊന്ന് ചോറ് വെച്ചിട്ടുള്ളത്. പൊതുവെ നമ്മൾ മൺകലത്തിൽ തന്നെ ആട്ടോ, പുറത്തടുപ്പിലായതുകൊണ്ടേ ചോറ് വെക്കാറല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴുകി വരുന്നുണ്ട്. നല്ല മട്ടരി ചോറാണേ. ഏതാ നോക്കി അതിൽ ചാറ് ഫുള്ള് വറ്റിയിട്ട് ഇതാ ഫുള്ള് നന്നായിട്ട് റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതാ കുറച്ച് എല്ലും കുറച്ച് ഇറച്ചിയെല്ലാം പാടെ കേട്ടോ നമ്മളിന്ന് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഞാൻ റോസ്റ്റ് ആയിട്ട് ഒട്ടും ചാറില്ല. ഇത് പരുവത്തിലാണ് ഇപ്പോൾ ആയിട്ട് നല്ല ടേസ്റ്റ് നടക്കുന്നതാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞേ. അവണിക്കുട്ടി ഇതാ നമ്മുടെ കറിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇതാ വീണ്ടും നീച്ചിരിക്കുകയാണ്. സ്വത്തു മാവാ ഉറങ്ങിയോ? ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ കേട്ടോ. മുഖമൊന്നും കഴുകി കൊടുത്തില്ല. അപ്പം എന്തായാലും പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം. അപ്പോൾ നല്ല ഉറക്കശേനുണ്ട് കേട്ടോ. മുമ്പ് പോകണോ? നല്ല വെയിലൊക്കെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ റോഡിലേക്ക് കയറിയിരിക്കുകയാണേ. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് കാടൊക്കെ ഒന്നും പറിക്കാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ പറിച്ചതാ. കുറച്ച് ചെടികളൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ശേഷം ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ചെടിയൊക്കെ നട്ടതിന് ശേഷമായിട്ട് ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെടിയൊക്കെ ഒന്ന് നല്ല ഒരു ഉഷാറായിട്ട് വരാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വൈകിട്ട് മഴയാണോ എന്നറിയാം. നല്ല വെയിൽ തന്നെയായിരുന്നു രാവിലെ. അപ്പോൾ രാവിലത്തെ ഒരു വെയിലൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടതാ വീണ്ടും ഒന്ന് മൂടലൊക്കെ ആയിട്ടുണ്ടേ. പിന്നെ ബാബു ഇറങ്ങി നീച്ചോ? ഇവിടെ ഹായ് കൊടുത്തേന്നാ, ഹായ് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ കുളിക്കണം അല്ലേ? ആണുകൂടി ഞാൻ രാവിലെ നേരത്തെ കുളിപ്പിച്ചോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ കളിക്കുകയൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ഏത്തൊക്കെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അവളെ ഒന്ന് കുളിപ്പിക്കാനുണ്ടാവും. എന്നാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുകയുള്ളൂ അല്ലേ ആവണിക്കുട്ടി? ആവണിക്കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. അമ്മ ഇപ്പോൾ കുളിക്കും. അപ്പോൾ എന്തായാലും മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കുളിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഹൈഡ്രാഞ്ച് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിട്ടോ. ഇത്രയും സൈസാട്ടോ വെക്കാറ്. അപ്പോൾ ഇനി ഇതിൽ ഏതെങ്കിലും അതിൻ്റെ ഇടയിൽ ഇനി ചെറിയ മുട്ടികളൊക്കെ കുറച്ചുകൂടി സൈസ് വെക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഇത് കാണിച്ചത് ഒരു 5-6 കൊണ്ടായിട്ട് ഇങ്ങനെ നിറച്ച് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. വെയിലടിക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കി ഫൈനൽ ഇതാ ഈ ഒരു കളർ ഉണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂയിലേക്ക് മാറിട്ടത്. ഇപ്പോൾ ഒരു വൈറ്റ് കളറിലൊക്കെ ഉള്ളതൊക്കെ ഇനിയും കുറച്ചുകൂടി വിരിയണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്തായാലും അതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസായിട്ട് ഈ ഒരു ഫ്ലവർ ഇനി നമുക്ക് കൊണ്ടയായിട്ട് വേറെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ വിരിയാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചെയ്യണം വിരിയണമെങ്കിൽ. നമ്മളിവിടെ വന്ന ആ ഒരു സൗണ്ട് കേട്ട് നമ്മുടെ ഡയാന ഏതാ അവിടെ കിടന്നിട്ട് ഒച്ചയിടുന്നുണ്ട്. നമ്മളെ കണ്ടല്ലോ. ഡയാന അവിടെ കിടന്നോട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചു വിടാം. ആളെതാ അയച്ചു വിടാൻ വേണ്ടിയിട്ടാട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചു വിടാം. ഇപ്പം അയച്ചു വിട്ടാൽ ശരിയാവില്ല. ഇത് നമ്മുടെ വാനിലയാണേ, വാനില. അപ്പോൾ വാനില കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ കാടൊക്കെ ഒന്ന് നമ്മളവിടെ പുല്ല് പറിച്ച കൂട്ടത്തിൽ, നമ്മുടെ ചെടികളുടെ കൂട്ടത്തിലെ പുല്ല് പറിച്ച കൂട്ടത്തിൽ വാനിലേൻ്റെ ചുവട്ടത്തും കാടൊക്കെ പറിച്ച് നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. മുരിക്കിലാണോ നമ്മൾ ഈ ഒരു വാനില ഇട്ട് കൊടുത്തുള്ളത്. ഇതാ മുരിക്കായതാ നന്നായിട്ട് തന്നെ ഒരുപാട് കമ്പൊക്കെ പോയതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കൊതി ഇറക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് പണികൾ തീരുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാമല്ലോ. കാട് പോയപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പൂച്ചയുടെ ഒരു എടുപ്പ് കുറച്ചുകൂടി ഒന്ന് കൂടിയിട്ടോ. കാരണം ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് തെളിച്ചൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ നോക്കിയിട്ട് കുറച്ച് കാടൊക്കെ അങ്ങ് പറിച്ചാണ്. ചെറിയ ചെറിയ കാടുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. എന്നാലും വലിയ കാട് കുറേ പോയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നട്ടു കൊടുത്തുള്ളത്. ഇതൊക്കെ നമ്മളിങ്ങനെ തണ്ടൊടിച്ചൊടിച്ച് നടുവാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് തന്നെ പൊട്ടി തീർത്തോളൂ കേട്ടോ. ഇതൊക്കെ നനഞ്ഞ് ഉഷാറായിട്ട് തന്നെ വരും. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടൊന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഒന്ന് നട്ടല്ലേ ഉള്ളൂ. നല്ലൊരു വെയിൽ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ചാറ്റിലാണെങ്കിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ആയാലും ആ വലിയ പുല്ലൊക്കെ പോയപ്പോൾ തന്നെ ചെടിക്ക് തന്നെ നല്ലൊരു ആശ്വാസമായിക്കാം. അപ്പോൾ ഈ ഒരു കൊത്തിയാട്ടോ നമുക്ക് പറിക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണേ. കയ്യിലൊതുങ്ങി ചെറുതുമാണ്. നമുക്ക് പറിക്കാനാണെങ്കിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ. ഇതാ ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ രാവിലെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. വെയിൽ കണ്ടതുകൊണ്ട് അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ചാറ്റിലിട്ടപ്പോൾ നമ്മൾ നേരെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിടത്തിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കൂടി ഇപ്പം നീച്ചിട്ടല്ലോ. അപ്പോൾ എന്തായാലും മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് മാമൻ കഴിക്കട്ടെ അല്ലേ? മാമൻ വേണ്ടേ? അപ്പോൾ എന്തായാലും അവൾക്കിനി ഫുഡൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാവും വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.